ശബരി നമ്മൾ കറക്കാൻ പോവാണ്. റെഡിയല്ലേ? കാണാലോ അല്ലേ? ഗ്രേപ്സ്. ഗ്രേപ്സ്. കൺഗ്രാജുലേഷൻ. അല്ലേ? ജി ആർ എ ടി ഇ തീർന്നോ? എസ്. ശരി. അപ്പോൾ എത്ര സ്പെല്ലിംഗ് ഉണ്ട് ഇതിൽ? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6. 6 അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? 6 പോയിന്റ് കിട്ടി. ഓക്കെ. ആർച്ച. ആർച്ച. ഉണ്ണി ആർച്ച റെഡിയല്ലേ? എത്ര ക്ലാസ് ആയിരുന്നു? 6. ഓക്കെ. അപ്പം നമ്മൾ വീല് കറക്കാൻ പോവാണേ. കിട്ടിയാ? അല്ല, അവർക്കൊക്കെ പെട്ടെന്നാണ് കിട്ടിയേ. ആപ്പിൾ. ആപ്പിൾ. സ്പെല്ലിംഗ് എന്തുവാ? എ പി പി എൽ ഇ. ഓക്കെ. കൺഗ്രാജുലേഷൻ. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? 5 പോയിന്റ്. 5 പോയിന്റ്. ഓക്കെ. 7ാം ക്ലാസ്സിലായിരുന്നോ? രേവതി. വീല് കറക്കി നോക്കാം. ഓറഞ്ച്. വീല് കറക്കിയേ. അടുത്ത ആരാ? അടുത്തത് ശ്രീ ശബരി. ശ്രീ ശബരി സ്കോർ ചെയ്ത് പോവാണേ. താരമാണ്. ശബരി റെഡിയല്ലേ? റെഡിയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇല്ല. ഇതിനകത്തൊന്നും ബാക്കി ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം 5 മാർക്ക്. ശ്രീഹരി എഴുതുക. അപ്പോൾ ശ്രീഹരിക്കും 10 പോയിന്റ് ഇല്ല. 30. നോക്കട്ടെ, ഞാൻ കൂട്ടുന്ന കണ്ടോണേ. ശ്രീഹരി 3 3 6. 6 6 12. 12 12 24. 24 4 28. 28 2 30. അപ്പോൾ കറക്റ്റ് ആൻസർ അല്ലേ? ഓക്കെ. എത്ര പോയിന്റ് കിട്ടി? 5. 25 മാർക്കിൻ്റെ ചോദ്യമാണ്. ശ്രീഹരി പേടിക്കണ്ട, നമ്മൾ പൊട്ടിക്കും. 40. കുട്ടി നോക്കട്ടെ ഞാൻ. 7 3 10. 10 5 15. 15 8 23. 23 7 30. 30 6 36. 36 4. 36 4 എത്ര? 40. അടുത്തത് രേവതി. രണ്ടാമത്തെ ചോദ്യം 20 പോയിന്റ്. നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ തന്നെ കൂട്ടിയാൽ ഞാൻ കൂട്ടിയതുപോലെ പറയണം. അങ്ങനെ കൂട്ടുവാണെങ്കിൽ 10 പോയിന്റ് അടിക്കുന്നതാണ്.
എനിക്ക് കേൾക്കണം സൗണ്ട്. എഴുതൂ. ഞാൻ കൂട്ടി ഇപ്പം വായിച്ചില്ലേ, അതേപോലെ പറയും. 60 60 ഞാൻ കൂട്ടിയ പോലെ പറയണേ. ഇങ്ങനെ 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 കൂട്ടി കൂട്ടി പറയണം. 4 6 34 70 78 78 78 80 80 100. 100 ഉം. എഴുതി കൂട്ടാതെ 100. എഴുതി കൂട്ടിയാൽ കുറയുമോ? എന്താ അറിയില്ല. അറിയില്ല. അപ്പം ഞാൻ കൂട്ടി നോക്കട്ടെ. ഓ. അപ്പം ഞാൻ കൂട്ടിയത് 25 5 30. 30 30 60. 64. 64 6 70 അല്ലേ? 70 8 78. 78 2 80. 80 20 എത്ര കിട്ടി? 100. 100. അപ്പോൾ ഈ 20 പോയിന്റും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10 പോയിന്റും കൂടെ വേണ്ടി വരും അല്ലേ? ഓ. അടുത്തത് ആരാ? ഇനി ആകെ ഒരാളേ ഉള്ളൂ അല്ലേ? കാണിച്ചോ സാന്ത്വനെ. ഒന്നാമത്തെ ചോദ്യം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ഞാൻ കൂട്ടിയതുപോലെ ആണെങ്കിൽ 10 പോയിന്റ് പോകും. 3 1 4 4 6 10 20 40 ഒച്ചത്തിൽ പറയണം, എനിക്ക് കേൾക്കണം. ഓ. 85. കൂട്ടാൻ പോവാണേ. 3 1 4. 4 6 10. 10 10 20. 20 20 40. എന്നിട്ടാണ് 85 പറഞ്ഞേ. ഇനി 40 40 80. 85 ആണ്. നിങ്ങളുടെ ഇവിടെ 85 85. എത്ര പോയിന്റ് കിട്ടി? അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഗെയിമിൽ പങ്കെടുത്തതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ ഈ പോയിന്റുകൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ അടുത്ത ഗെയിമിൽ സമ്മാനങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഓരോ സമ്മാനത്തിനും ഇത്ര പോയിന്റ് വീതം പറയും. ഇപ്പം നമ്മുടെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഒരു സമ്മാനം ഒരു ബാഗുണ്ട്. അപ്പോൾ ആ ബാഗിന് 600 പോയിൻ്റാണ്. അപ്പം നിങ്ങൾ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വേറെ സമ്മാനങ്ങൾ വരുവേ. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ. ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിലൊരു ബാഗ് സമ്മാനമായിട്ടുണ്ട്. ഈ ബാഗ് നിങ്ങളിൽ ആരാണോ 600 പോയിൻ്റ് കവർ ചെയ്യുന്നത് അവർക്ക് ആ ബാഗ് കിട്ടും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര പോയിൻ്റ് വീതമുണ്ട്? വിഹാന് 20 പോയിൻ്റ് അല്ലേ? ശ്രീ ശബരിക്ക് 19 പോയിൻ്റ്. ശബരി നമ്മൾ അടുത്ത ഗെയിമിൽ പിടിക്കണം. ശബരിയായിരുന്നു മുന്നിട്ട് ചെയ്യുന്നത്. ആർച്ചേ 35 പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 600 പോയിൻ്റ് ആകാൻ ബാക്കി ഗെയിം കളിച്ച് എടുത്താൽ മതി. ഇനി രേവതിയാണ് നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഗെയിമിൽ സ്കോർ ചെയ്ത് നിൽക്കുന്ന ആൾ. 42 പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പോകാതെ നോക്കിക്കോണം. അടുത്തത് സാന്ത്വനയാണ്. സാന്ത്വന പിന്നെ കളിച്ചതൊന്നും തെറ്റിക്കാഞ്ഞത് കൊണ്ടെല്ലാം ക്ലിയറാക്കി സാന്ത്വനയ്ക്ക് കിട്ടി. സാന്ത്വനയ്ക്ക് 38. എല്ലാവർക്കും സമ്മാനമുണ്ട്. പക്ഷേ ആ സമ്മാനം നിങ്ങൾ കളിച്ച് നേടിയാൽ മതിയെന്നേ ഉള്ളൂ. ആവശ്യത്തിന് സമ്മാനമുണ്ട് നമ്മുടെ കയ്യിൽ. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് സ്കൂൾ ബാഗ് വേണ്ടേ? അപ്പം നിങ്ങൾ സ്കൂൾ ബാഗ് കിട്ടണമെങ്കിൽ എത്ര പോയിന്റ് വേണം? 600 പോയിന്റ് വേണം. അപ്പോൾ എല്ലാവരും നിങ്ങൾ കളിച്ച് സ്കൂൾ ബാഗ് നേടി ആ സ്കൂൾ ബാഗുമായിട്ട് വേണം എവിടെ പോകാൻ? സ്കൂളിൽ പോകാൻ.